തിരുവനന്തപുരം കോർപ്പറേഷന് കീഴിൽ വരുന്ന ആറ്റുകാൽ ക്ഷേത്രത്തിൽ പൊങ്കാലയ്ക്ക് ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ അവിടെ കുടിവെള്ള ക്ഷാമം രൂക്ഷമാണ്. ഇതിനെതിരെ ഒരു പൊതുജന വികാരം ഉണ്ടാകുന്നു. CPM അതിനെ ആരോപിക്കുന്നത് പുതിയ BJP സർക്കാരിന്റെ കഴിവുകേടായാണ്, രാജേഷിന്റെ കഴിവുകേടായാണ്. അത് അങ്ങനെ ഒരു കഴിവുകേട് ഉണ്ടോ? മുമ്പൊന്നും ഇല്ലാത്ത വിധം ആറ്റുകാൽ പൊങ്കാല തുടങ്ങുന്നതിന് വളരെ മുമ്പ് തന്നെ വിവാദത്തിൽപ്പെടുക. സാധാരണഗതിയിൽ ആറ്റുകാൽ പൊങ്കാല വാർത്തകൾ വിവാദങ്ങളിൽ പെടാറില്ല. ഏറ്റവും ഭംഗിയായി എല്ലാ വിഭാഗ ജനങ്ങളും സർക്കാരിൻ്റെ എല്ലാ വകുപ്പുകളും ഒരുമിച്ച് ചേർന്ന്. പക്ഷെ ആര്യ രാജേന്ദ്രന്റെ സമയത്ത് കല്ലിന്റെ വിവാദം, ഇല്ലാത്ത പൊറോട്ടയുടെ വിവാദം അല്ല, അത് കഴിഞ്ഞതിന് ശേഷമുള്ള സംഭവങ്ങളാണല്ലോ. കല്ലെന്തിന് ഉപയോഗിക്കണമെന്നല്ലോ. പക്ഷേ ആ പൊങ്കാല നടത്തിപ്പിന് മുമ്പ്, പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതായത് ജനങ്ങൾ ആശങ്കപ്പെടുത്തുന്ന തരത്തിലുള്ള വിവാദം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇക്കുറി തിരുവനന്തപുരം നഗരസഭയിൽ BJP ഭരണത്തിൽ വന്നതോടുകൂടി കഴിഞ്ഞ 4 പതിറ്റാണ്ടായി ഭരണത്തിലിരുന്ന CPM എന്ത് ചെയ്യണമെന്നറിയാതെ ആകെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുക. അപ്പോൾ അവർക്ക് കിട്ടിയ ഒരു പിടിവള്ളിയാണ് BJP ഭരണസമിതി അധികാരത്തിൽ വന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ ആറ്റുകാൽ പൊങ്കാല എന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ കുത്തിത്തിരിപ്പുണ്ടാക്കി അതിനെ കലക്കി കഴിഞ്ഞാൽ ആ പേരിൽ ഈ പറഞ്ഞ VV രാജേഷിൻ്റെയും BJP നഗരസഭയുടെയും മേൽ കുതിര കയറാനുള്ള ഒരു അവസരം ഇവർ കിട്ടും എന്ന് മനസ്സിലായതുകൊണ്ടാണ് ബോധപൂർവമായ ഈ ശ്രമം. ഇത് സ്വാഭാവികം ഉണ്ടായതല്ല. ഇപ്പോൾ ഉദാഹരണത്തിന് മണക്കാട് കഴിഞ്ഞ 5-6 ദിവസമായിട്ട് വെള്ളമില്ല. പലതവണ അവിടെ ഈ വീട്ടുകാർ വാട്ടർ അതോറിറ്റിയിൽ വിളിച്ച് പരാതിപ്പെടുകയും പലതവണ AEക്ക് പരാതി കൊടുക്കുകയും ചെയ്തിട്ടും ഫലമില്ലാത്തതുകൊണ്ട് അവർ മണക്കാട് ജംഗ്ഷനിൽ ഒരു 4 ദിവസം മുമ്പ് നാട്ടുകാരെല്ലാം കൂടെ സംഘടിച്ച് ഒരു ധർണ്ണ നടത്തിയിരുന്നു. അതിനുശേഷമാണ് വാട്ടർ അതോറിറ്റി അനങ്ങിയത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ വെള്ളം എത്തിയിട്ടില്ല എന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് കോർപ്പറേഷൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് കോർപ്പറേഷൻ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാനായിട്ട് അവരാലോചിച്ചത്. അതായത് വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയ്ക്ക് ബുദ്ധിമുട്ട് ഉണ്ടാവാത്ത രീതിയിൽ വാട്ടർ ടാങ്കുകൾ പലയിടത്ത് സ്ഥാപിക്കാനും ടാങ്കർ ലോറികളിൽ പല സ്ഥലങ്ങളിൽ വെള്ളം എത്തിക്കാനുള്ള ഒരു നടപടി സ്വീകരിച്ചു എന്ന് കഴിഞ്ഞ ദിവസം തന്നെ മേയർ പറഞ്ഞു. ഏതാണ്ട് 107 ടാങ്കറുകൾ അവർ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പൊങ്കാല നടക്കുന്ന വിവിധ ഭാഗങ്ങളുടെ വീടുകളിലേക്കും പൊങ്കാലയ്ക്ക് ആവശ്യമായിട്ടുള്ള ശുദ്ധജലം ലഭ്യമാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ഈ കേരള വാട്ടർ അതോറിറ്റി എന്ന് പറയുന്നത് നഗരസഭയുടെ കീഴിൽ വരുന്നൊരു സ്ഥാപനമല്ല. അത് സംസ്ഥാന സർക്കാരിൻ്റെ കീഴിൽ വരുന്നൊരു സ്ഥാപനമാണ്. അവരുടെ ജോലിയാണ് ശുദ്ധജലം കൃത്യമായി എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്ന് പറയുന്നത്. ഇവർക്കറിയാഞ്ഞല്ലോ ഈ പൊങ്കാല ഇത്രാം തീയതിയാണ് നടക്കുന്നതെന്ന്. എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഈ വാട്ടർ അതോറിറ്റിയുടെ ജീവനക്കാരടക്കം പങ്കെടുത്ത കൂടിയാലോചന ഉണ്ടായിരുന്നു, മുഖ്യമന്ത്രി പങ്കെടുത്ത യോഗം. അതായത് എല്ലാ വകുപ്പുകളും ചേർന്ന് കുഴപ്പങ്ങളില്ലാതെ നല്ല ഭംഗിയാക്കി പൊങ്കാലയെ പൂർത്തിയാക്കണം എന്ന രീതിയിലുള്ള മീറ്റിംഗ് നടന്നു. ആ സമയത്ത് വാട്ടർ അതോറിറ്റി പ്രതിനിധികളുണ്ടായിരുന്നു. പക്ഷേ എങ്ങനെയാണ് ഈ പറഞ്ഞ പൊങ്കാലയ്ക്ക് അടുത്ത ദിവസങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാകുന്നത്? അപ്പോൾ വാട്ടർ അതോറിറ്റി ഉന്നത നേതൃത്വം അറിയാതെ CITUവിൽപ്പെട്ട അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ പഴയ ഈ കോർപ്പറേഷനിലെ കൗൺസിലർമാർ, CPM കൗൺസിലർമാർ ഇടപെട്ട് ബോധപൂർവമായി വാൽവടയ്ക്കുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് വാസ്തവമാണ്. ഇവർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ച വാട്ടർ അതോറിറ്റി പറഞ്ഞൊരു പ്രധാനപ്പെട്ട പ്രശ്നം അവിടെ ഈ പൈപ്പ് പൊട്ടുന്നു എന്നുള്ളതാണ്. ഞാനും മണക്കാട് ഭാഗത്തൂടെ പലതവണ യാത്ര ചെയ്യുന്നതാണ്. അവിടെ പൈപ്പ് പൊട്ടിയാണെങ്കിൽ നമുക്കവിടെ വെള്ളം ചീറ്റി പോകുന്ന കാണാം. അങ്ങനെയൊന്നും അവിടെ കാണാനില്ല. അപ്പോൾ ഇതിൽ മറ്റെന്തോ ദുരൂഹതയുടെ പിന്നിലുണ്ട്. ഈ വെള്ളം പൊങ്കാലയ്ക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു ഘടകമാണല്ലോ വെള്ളം എന്നുള്ളത്. അതില്ല എന്നുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും. പ്രത്യേകിച്ച് ഈ ചൂട് സമയത്ത് ആൾ കുടിക്കാനും ഈ പറഞ്ഞ പോലെ പൊങ്കാല വിഭവങ്ങൾ പാകം ചെയ്യാനും വെള്ളമില്ലാതെ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിൽ കയറി പിടിച്ച് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാം എന്ന് ബോധപൂർവ്വം നടത്തിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഇപ്പോൾ ഉള്ള കൂടിയുള്ള പ്രശ്നം. അതായത് ഈ രാഷ്ട്രീയ തർക്കത്തിൽ ജനങ്ങൾക്കാണ് അവസാനത്തെ ബുദ്ധിമുട്ടല്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടില്ല എന്ന് കോർപ്പറേഷൻ പറഞ്ഞു കഴിഞ്ഞല്ലോ. ജനങ്ങൾക്കൊരു ബുദ്ധിമുട്ട് ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല. 107 വാട്ടർ ടാങ്കറുകൾ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ആറ്റുകാൽ ക്ഷേത്ര പരിസരത്ത് പല ഭാഗങ്ങളിലായിട്ട് ടാങ്കറുകൾ 5000-ന്റെയും 10,000-ന്റെയും ടാങ്കറുകൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് മേയർ പറയുന്നു. അതെല്ലാം ആൾറെഡി വെള്ളം ഫില്ല് ചെയ്തു, ഇന്നലെ തന്നെ ഫില്ല് ചെയ്തിട്ടുണ്ട്. അല്ല, പക്ഷേ ഇന്ന് തന്നെ മാധ്യമങ്ങളോട് അവിടുത്തെ ജനങ്ങൾ ഈ ബുദ്ധിമുട്ട് പറയുന്നുണ്ട്. ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം തികയില്ലല്ലോ. ഇനിയിപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ പ്രദേശങ്ങളിലൊന്നും ഈ വണ്ടിയൊക്കെ ഒന്നും പോകാൻ കഴിയില്ല. കാരണം പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ജനങ്ങൾ ഇപ്പം തന്നെ നഗരത്തിൽ ഏതാണ്ട് എത്തിക്കഴിഞ്ഞു. പല സ്ഥലത്തും ഇപ്പം യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ ടാങ്കറുകൾ ചില സ്ഥലങ്ങളിലേക്ക് മൂവ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഇവർ ടാങ്കറുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. എന്നിരുന്നാലും വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ പറഞ്ഞ പോലെ വെള്ളം നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. മാത്രമല്ല, കഴിഞ്ഞ ദിവസം BJPയുടെ നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിൽ ധർണ്ണ നടത്തിയിരുന്നു. കാരണം ഈ പ്രശ്നത്തിൽ റോഷി അഗസ്റ്റിന് അവർ പരാതി കൊടുത്തു. എന്നിട്ട് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഈ മന്ത്രി, ഈ ജലവിഭവ മന്ത്രി ഒരു വാക്ക് ഇതിനെക്കുറിച്ച് വിട്ടിട്ടില്ല എന്നുള്ളതാണ്.
ഇയാൾക്ക് ഇത്ര ഉത്തരവാദിത്തമില്ലാത്ത ഒരാളാണ്. ആറ്റാൽ പൊങ്കാല നടക്കുകയാണ്, ഇന്ന പ്രദേശത്ത് എത്ര പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്തു, ചാനൽ റിപ്പോർട്ട് ചെയ്തു, നഗരസഭ ഫോർമലായിട്ട് പരാതി കൊടുത്തു, എന്നിട്ടും ഒരു വാക്കുമുണ്ടാനായിട്ട് ഈ റോഷേഴ്സിന്റെ മന്ത്രി കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ മൗനം എന്ന് പറയുന്നത് നമ്മൾ എന്തെങ്കിലും വരും, അദ്ദേഹത്തിൻ്റെ പിന്നിൽ പങ്കുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ആറ്റാൽ പൊങ്കാലയെ അട്ടിമറിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് അതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്നാണ് അവർ കരുതെങ്കിൽ അവർക്ക് പറ്റിയിരിക്കുന്ന വലിയൊരു അബദ്ധമാണെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് പിന്നാലെ, ഈ രാജേഷിന്റെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് പിന്നാലെ തന്നെ ഈ മാലിന്യ പ്രശ്നം, അതോടൊപ്പം തന്നെ ഈ ഓടകൾ പൊട്ടി ഒലിച്ചൊഴുകുന്ന പ്രശ്നം, ഇപ്പോൾ കുടിവെള്ള പ്രശ്നം, അങ്ങനെ പല സംഭവങ്ങളും നാം മുൻപൊന്നും കാണാത്ത രീതിയിൽ ഉയർന്നു വരുന്നുണ്ടല്ലോ. അല്ല, അത് ഈ നേരത്തെ പറഞ്ഞ ബോധപൂർവമാണ്. ഇപ്പോൾ ശാന്തി കവാടത്തിൽ വിറയില്ലാന്ന് വേണ്ടി ഒരു പ്രശ്നം ഉണ്ടാക്കി. ഭരണസമിതി വന്ന് 1.5 മാസം കഴിയുമ്പോഴാണ് അവർ ആ പ്രശ്നം, അവിടുത്തെ ജീവനക്കാർക്ക് ശമ്പളം കിട്ടുന്നില്ല. ഇവരല്ലേ മുമ്പോട്ട് ശമ്പളം കൊടുത്തോണ്ടിരുന്നത്, എന്തുകൊണ്ട് അവിടുത്തെ പ്രശ്നം അതവർ പരിഹരിക്കാൻ ഞാൻ എന്താ? അപ്പോൾ അത് ആ സമരനാടകം പൊളിഞ്ഞു. രണ്ടാമത് മാലിന്യ പ്രശ്നം പറഞ്ഞു. മാലിന്യ പ്രശ്നം നഗരത്തിൽ ഇന്നൊന്നിലെ തുടങ്ങിയതാണ്. എത്രയോ കാലമായിട്ട് അവിടെ മാലിന്യത്തിൻ്റെ പ്രശ്നമുണ്ട്. അപ്പോൾ 1 മാസം ആവുന്ന ഒരു ഭരണസമിതിയെ ടെസ്റ്റ് ചെയ്യേണ്ട ഒരു സമയമല്ലല്ലോ. അവർക്ക് നിങ്ങൾ മിനിമം 6 മാസമെങ്കിലും കൊടുക്കേണ്ട എന്താണ് അവർ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അതിന് അവസരം കൊടുക്കാതെ ചാടിക്കയറി ഇവിടെ എല്ലാം മൊത്തത്തിൽ ഇല്ലാതാക്കി, ഞങ്ങൾ നേരായി കൊണ്ടുവന്ന സാധനമാണ്, നഗരത്തെ കുളമാക്കി എന്നുള്ള ഇതിൻ്റെ പ്രചരണം, ഒരു വ്യാജ പ്രചരണം. ബിജെപിക്ക് വോട്ട് ചെയ്തവർക്ക് കിട്ടി, ബിജെപിക്ക് വോട്ട് ചെയ്തവർക്ക് നിങ്ങൾക്ക് നന്നായിട്ട് കിട്ടി. നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല, ഇവർ വേറെ ചില വീഡിയോസ് എടുത്ത് ഇപ്പം പ്രചരിപ്പിക്കുന്നുണ്ട്. ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ഒരു വയൽ അവർ ക്ലിയർ ആക്കി അവിടെ പാർക്കിങ്ങിന് വേണ്ടി സജ്ജമാക്കി. ശ്രീധരൻ അറിയാമായിരിക്കും, KSRTC ബസ്സുകളൊക്കെ ഈ പൊങ്കാല സമയത്ത് പോയി നിൽക്കുന്ന സ്ഥലം അവർ വൃത്തിയാക്കി. അപ്പോൾ ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം അതിൻ്റെ മേലെ അടിച്ചിട്ടിരുന്നു, പമ്പ് ചെയ്തിട്ടിരുന്നു. കാരണം നിലം ഒന്ന് ഉറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ആ വീഡിയോ എടുത്തിട്ട് ഇപ്പം പ്രചരണം നടത്തുന്നതെന്ന് പറയുന്നത് ഇതാ പൊങ്കാല കുളമായി, നഗരസഭ വന്നു, ആളുകൾക്ക് പൊങ്കാലിടാൻ പറ്റാത്ത സാഹചര്യം എന്ന് പറഞ്ഞിട്ട് ഇത്തരത്തിൻ്റെ വ്യാജ വാർത്തകൾ ധാരാളമായിട്ട് ഒരു ഓർഗനൈസ്ഡ് അറ്റാക്ക് ഭരണസമിതിയിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഇവർ നഗരസഭയിലെ കൗൺസിലർമാർ ജാഗരൂകരാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം ഈ പറഞ്ഞതുപോലുള്ള ഒരു ലൂപ്പ് ഹോൾസ് അവർ കൊടുക്കുന്നില്ല. ധാരാളം ആളുകൾ അവർ ഇറക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നിപ്പോൾ കിട്ടിയ വിവരമനുസരിച്ചിട്ട് കഴിഞ്ഞ ദിവസം തന്നെ കൊല്ലം ജില്ലയിൽ നിന്ന് ഈ സേവാഭാരതിയുടെയും RSSന്റെയും ധാരാളം പ്രവർത്തകർ തിരുവനന്തപുരത്തേക്ക് ഇന്ന് വൈകുന്നേരത്തോടെ എത്തും എന്നാണ് കിട്ടുന്ന വിവരം. കാരണം ഏതെങ്കിലും തരത്തിൽ ഇതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വെള്ളങ്ങളില്ലാതെയോ മറ്റേതിൻ്റെ അട്ടിമറിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിനെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിലുള്ള, അല്ലെങ്കിൽ അതിനെ പരിഹാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വലിയ സജ്ജീകരണങ്ങൾ ഇവർ കൂട്ടിയാൽ കൂടില്ല. RSSനോടൊന്നും CPM കൂട്ടിയാൽ കൂടില്ല എന്നാണ് അവർ മനസ്സിലാക്കേണ്ടത്. അവർ ഈ പറഞ്ഞതിൽ എത്രയോ രാജ്യത്തെ വലിയ പ്രശ്നമുള്ള സ്ഥലങ്ങളിൽ സേവാഭാരതി ഇടപെട്ട് അവർ പരിഹരിച്ചിട്ടുണ്ട്. അവർക്ക് അതിനുള്ള ഈ ആൾബലമുണ്ട്, അതിനുള്ള അവർക്ക് ടാസ്ക് ഫോഴ്സ് ഉണ്ട്. ഈ ഡോക്ടർമാർ പറഞ്ഞില്ലേ സഹകരിക്കില്ല എന്ന്, അവസാനം അവർ സഹകരിക്കുന്ന പറഞ്ഞെന്തുണ്ടാ, അവർ നാളെ കണ്ടുപോകും. 10,000-കണക്കിന് RSSന്റെ ഡോക്ടർമാർ രാജ്യത്തിന് വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരും. അപ്പോൾ ഇതൊക്കെ ഈ വെല്ലുവിളി എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി ആവണം, അല്ലാതെ വെറുതെ വാർത്താ പ്രാധാന്യം കിട്ടാനാണെന്നുണ്ടെങ്കിൽ പ്രയോജനമൊന്നുമില്ല എന്നുള്ളതാണ്. എന്തായാലും ആറ്റുകാൽ പൊങ്കാല വളരെ ഭംഗിയായി നടക്കണമെന്ന് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതിന് ഏതെങ്കിലും തരത്തിൽ അള്ളുവയ്ക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ആ ശ്രമിക്കുന്നവരായിരിക്കും നഗരവാസികളുടെ അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ പരിഹാസ്യരാവുക, അവരായിരിക്കും വെറുക്കപ്പെടുക എന്നത് യാതൊരു തർക്കവുമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.